ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ബാദുസ് മീഡിയ. ഞാനിന്നിവിടെ നല്ല ഈസിയും ടേസ്റ്റിയുമായ ഒരുപാട് വെറൈറ്റി ഐറ്റംസിൽപ്പെട്ട ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, അതിലേക്ക് ഞാൻ ഒരു 1.5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 5 അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ. ഇഞ്ചിയും കൂട്ടിയിട്ട് ഞാനിതാ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചതക്കി വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. നമുക്ക് ഈ ഇഞ്ചി കുത്തോണ്ട് കുത്തിയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഏതായാലും ഞാനിങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതുപോലെ ചപ്പ് പുതിനയൊക്കെ ഞാനിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് നന്നാക്കി വൃത്തിയാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുണ്ടാവും ഇതിന് മണ്ണ് ഇങ്ങനെ ഊറി നിൽക്കുന്നത്, അത് കിട്ടാനാണ് കേട്ടോ. മറ്റേ നമ്മൾ ആ മണ്ണോടൊക്കെ ഇതിങ്ങനെ അരിഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയില്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഇറച്ചിയൊക്കെ കല്ലൊക്കെ കടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2-3 വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ പച്ചമുളക് എടുത്തിട്ടില്ല, ഈ 2 തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കറിവേപ്പില മരത്തുമെന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് വേണം, അത് കൊണ്ടുവന്നാൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഞാനൊരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടോ. അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത് അരിഞ്ഞ് വെച്ച വെല്ലുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു പച്ച ചോയ ഇങ്ങനെ മാറി വരട്ടെ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത് വന്നതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ചതും കീറിയിട്ടതൊക്കെ എത്താം. പിന്നെ നമുക്ക് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി നന്നായി ഒന്ന് വാടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ചപ്പ് പുതിന ഇട്ട് കൊടുക്കാം. നമുക്കിതാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ, കുറച്ച് ഇട്ടിട്ടുള്ളേ. പിന്നെ നമുക്കിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത്രയും വാടി വന്നതിൻ്റെ ശേഷം നമുക്കിനി നമ്മളെ ബീഫ് ഇട്ട് കൊടുക്കാം.
പിന്നെ നമ്മൾ ഇത് വെള്ളത്തിൽ നിന്ന് തന്നെ അങ്ങനെ എടുത്തിട്ടിരിക്കാണ് കേട്ടോ. അതുകൊണ്ട് അത് വെള്ളം ചോർത്താൻ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കറി ആക്കിയിട്ട് ഉപയോഗിക്കാനുള്ളതാണേ. അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. കൂടാൻ പാടില്ല, കൂടി കഴിഞ്ഞാൽ എരിവ് ഇങ്ങനെ കുത്തും. നല്ല ജീരകം വലിയ ജീരകം, കുറച്ച് കടുക്, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ഉലുവ, എല്ലാവരും വിചാരിച്ചില്ലായിരുന്നു അതിൻ്റെ മസാലയൊക്കെ അടി പിടിച്ചു എന്ന്. പക്ഷേ അടി പിടിച്ച് മസാലയൊക്കെ ഇളകിയിട്ട് ഇതിലേക്ക് സെറ്റായി. മസാല കുറച്ച് അടി പിടിക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ബീഫ്. അപ്പോൾ നമ്മൾ ബീഫൊക്കെ ഇങ്ങനെ വെന്ത് വരട്ടെ. നമുക്കിതൊക്കെ ഒന്ന് വിസിലടുപ്പിച്ചിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫ് 4 വിസിൽ വന്നതിൻ്റെ ശേഷം ഞാനൊന്ന് കുക്കർ തുറന്ന് നോക്കി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴേക്കും നമ്മളിതാ വിളമ്പിട്ടോ. പിന്നെയാണ് ഓർമ്മ ആയത് വീഡിയോ എടുക്കാനുണ്ടല്ലോ എന്ന്. അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബീഫ് തയ്യാറായിട്ടുള്ളത്. ഇത് കാണുന്നത് പോലെയല്ല കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നമ്മൾ ജീരകം, കുരുമുളക്, ഉലുവ ഒക്കെ ഇട്ടിട്ട് വെച്ചതാണല്ലോ, കടുകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയും ടേസ്റ്റിയുമായൊരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.